എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 86-ാം ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. സന്താപനാശനൻ തന്നോട് വിപ്രനും ചിന്ത പൂണ്ടപ്പോഴേ ചോദിച്ചു, ദൈവമേ, എന്തൻ കൃതങ്ങളാം പൂർവപാപങ്ങളായി ചന്തമായുള്ളവയെന്നരുൾ ചെയ്യണേ. തമ്പുരാൻ അൻപുമാൻ താരക ബ്രഹ്മവും അൻപിനോടദ്വിജൻ തന്നോടരുളിനാൻ, അന്തണശ്രേഷ്ഠരെ അഷ്ടപാപങ്ങളാൽ നിസ്രവം മുജ്ജന്മനീ ഭവാൻ ചെയ്തവ സന്തതം ബാക്കിയായി വന്നു ഭവിക്കയാൽ സന്തതി ഭാഗ്യവും ദൂരയായി തീർന്നതേ. ചൊല്ലിടുന്നേനകം വിശ്വാസഘാതകം സ്ഥേയം സുരാപാനം കൃത്യവിലോപവും നീചമായുള്ളോരസൂയ നിനയ്ക്കലും നീചമായി യോഷമാരിൽ കേളിയാടുക ജന്തുഹത്യ പിന്നെ എൻ വൈരമാളുക. ഇങ്ങനെ 8 മഹാപാപജാലങ്ങൾ തങ്ങി നിന്നിടുന്നു ഈ ജന്മത്തിങ്കിലും. മങ്ങാതെ തങ്ങി നിന്നിടുമുവ എല്ലാം മങ്ങാതെ ഭസ്മമായി തീർത്ത ശക്തിയാൽ ഈ വിധമായുള്ള പാപങ്ങൾ പോക്കുവാൻ 100 ജന്മങ്ങൾ ജനിച്ചു മരിക്കലും തീരാതെ നിന്നിടും വിശ്വാസഘാതകം തീരുവാൻ പിന്നെയും വേണം ശതജന്മം. എങ്കിലും മത്ഭക്ത പുണ്യാം യോഗിനി ശങ്കാവിഹീനം തവ പാപശാന്ത്യർത്ഥം പ്രാർത്ഥിച്ച് ഭൂതമായി തീർന്ന തീർത്ഥത്തിനാൽ തീർത്തുപോയി തവ പാപമുഖമൊക്കവേ. ആകയാൽ ഞാനും ഭവാന് പ്രത്യക്ഷമായി ഭൂവിതിലെന്നുടെ ദർശനമാളുവാൻ യോഗിമാർക്കും ശക്തിയാകാ ഒരിക്കലും യോഗ്യമാ ഭക്തിക്ക് അസാധ്യമല്ലൊന്നുമേ. ധർമ്മശാസ്താവായി സദാ ധർമ്മരക്ഷണം നിർമ്മലർക്കായി ഞാൻ പാലിക്ക കാരണം സന്മതേ കൺമുൻപിലെന്നെയും കാൺമതിൻ മുന്നിലായി മറ്റൊന്നുമില്ലെന്നും ഓർക്കടോ. നിർമ്മലനെങ്കിലും വേണം നിനക്കൊരു ജന്മവും അന്ന് ഞാൻ പുത്രഭാവത്തെങ്കിൽ നിർമ്മല നിന്നുടെ മന്ദിരേ വാണിടും ജന്മമിതിൽ സൗഖ്യങ്ങളാർന്നിടൂ. ഭക്തർക്ക് ദാസനായി നിത്യവും വസിക്കുവാൻ ചിത്തമോഹമെനിക്കേറുമെന്നോതുന്നേൻ. അന്നു ഞാൻ ബ്രഹ്മോപദേശങ്ങൾ നൽകിടും പിന്നെ ഭവാനൊരു ജന്മമുണ്ടായി വരാ. നിർഗുണ ബ്രഹ്മമാം എന്നിൽ ഭവാൻ മുത നിശ്ചയം ചേർന്ന് ലയിക്കുമജന്മനെ. കുംഭമുടഞ്ഞു തിളമായ തീർത്ഥവും കുംഭതള തീർത്ഥമായി പേരെഴും ഭൂമിയിൽ. കുംഭതള തീർത്ഥമുള്ള കാലം വരെ സമ്പ്രതി നിന്നുടെ കീർത്തിയിൽ നിന്നിടും. കുംഭതളം വന്ന് മജ്ജനം ചെയ്യുക ജന്മസാഫല്യമായി ഓതിലാം ഭൂസുര. കാലമാം 4 യുഗത്തിലെ നാളുകൾ 4,000 വത്സരമേറുമ്പോൾ ഭൂതലമാകവേ ധർമ്മം മുടിഞ്ഞിടും ചാലവേ സങ്കരവർണ്ണങ്ങളുണ്ടായി. മ്ലേച്ഛർക്ക് ഭൂമോ വിലസുവാൻ സംഗതി ഭാസുരമായി വരും ലോകം തപിച്ചു പോം. ശേഷമാം 4 ലക്ഷം വർഷം കാലങ്ങൾ ഭോഷ്കനാകും കലിതന്നുടെ കാലമാം. മണ്ണിതിൽ പുണ്ണുകളല്ലാതെ യാതൊന്നും വന്നിടുകില്ല കലിതൻ ദിനങ്ങളിൽ. അന്നു ഞാൻ ഖഡ്ഗിയായി ഭൂവിതിൽ മ്ലേച്ഛരെ കൊന്നിടും ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ. ഹുങ്കുപെരുത്തോരധാർമ്മിക വർഗങ്ങൾ അമ്പേ നശിച്ചിടും സ്വസ്തി ജ്വലിച്ചുടൻ. മുമ്പുപോൽ ഭാസുരമാകും കൃതയുഗം സമ്പ്രതി ധർമ്മവും ഏറ്റവും വിളങ്ങിടും കൊന്നിടും കശ്മലനാകും കലിയെ ഞാൻ ധന്യരായി മേവിടും ധാർമ്മികന്മാർ മുതാ. യുഗചംക്രമണം കൃതയുഗം. ബ്രഹ്മപ്രളയം അശേഷമായി തീർന്നപ്പോൾ എൻ അനുജാജ്ഞവശനായി ചതുർമുഖൻ മുന്നമീ ലോകങ്ങൾ സൃഷ്ടി ചെയ്തിടുവാൻ നിർണയം ചെയ്തിരുന്നിടും ദശാന്തരെ. നന്നായിട്ടാദരപൂർവമായി വന്നുടൻ ബ്രഹ്മന് മുന്നിലായി നിന്നാനൊരു പുമാൻ. സൃഷ്ടികർത്താവിൻ പദങ്ങളിൽ വീണുടൻ തുഷ്ട്യാ പറഞ്ഞവൻ കമ്പവിഹീനനായി, തമ്പുരാനെ മഹാസൃഷ്ടിക്ക് നാഥനാം എൻ പോറ്റി നിന്നുടെ സൃഷ്ടിയഹമഹോ. മണ്ണിലെ കാര്യങ്ങളെല്ലാം മഹാപ്രഭോ നിർണയിച്ചെന്നോട് കൽപ്പിക്ക വേണമേ. നാൻമുഖനൻ മുഖമൻപോട് പാർത്തുടൻ നന്മയെല്ലാം അധ സംഭവിച്ചിടുവാൻ. വിനയ വിവേകാദി സർവം തികഞ്ഞൊരു വിനയനായി ബ്രഹ്മപാദത്തിൽ പ്രണമിച്ച വിനയവാനപ്പോൾ കൊടുത്തു കൃതനെന്ന ധന്യനാമത്തെയും ധന്യതയോട് ഞാൻ. നിലവിൽ ഭുവികൾ ധന്യതയാർന്നീട 4000 ചേർന്ന് 800 ദേവാബ്ദം ചാലവേ അപ്പോൾ കനിഞ്ഞവനു ഞാൻ. സത്യധർമ്മങ്ങളെ മാത്രമായി ശീലിച്ച മുക്തനാകൃതനും ഈ ഭൂമി ഭരിക്കുമ്പോൾ സിദ്ധിക്കുമേവർക്കും ഐശ്വര്യമൊക്കവേ പൃഥ്വിയിൽ ശ്രീഭൂതിയേറി നിറഞ്ഞിടും.
ഭൂമിയിലുള്ള പോൽ മറ്റു ദിക്കെങ്കിലും ആമോദമെങ്ങും നിറഞ്ഞു വിളങ്ങിടും. മർത്യർക്ക് വിത്തമോ സത്യമായി വന്നിരും. എത്തിടാ ചിത്തഭ്രമങ്ങൾ ഒരുവർക്കും സത്യധർമാദികൾ വായു സമാനമായി സ്വച്ഛമായി ശീലിച്ചുമേവും നരന്മാർക്ക്. എത്തിടാമേതൊരു ദിക്കെങ്കിലും അതിശക്തിയായി ഞാൻ കനിഞ്ഞിടുന്ന മൂലമായി. എന്നുടെ ദീപ്തികളല്ലാതൊരു വസ്തു മണ്ണിലും വിണ്ണിലും മറ്റുള്ള ദിക്കിലും സന്തതം കാൺമതിൻ കാര്യവുമില്ലഹോ. സന്തതം ജീവന്മാർ ധാർമ്മികരാകയാൽ പിന്നെ മനുഷ്യർക്ക് സത്വ ഗുണങ്ങളും വണ്ണമായി വന്നുകൂടിയിടുക കാരണം വിണ്ണിൻ സമാനം ഈ മണ്ണിലറിഞ്ഞാലും വന്നുകൂടിയിടും കൃതാർത്ഥതയാർക്കുമേ. മണ്ണിൻ സുതാ മഹാഭക്ത വിപ്രോത്തമ സത്വഗുണത്തെ ചുരുക്കി ഞാൻ ഓതിടാം. ആനന്ദദായി അനുരൂപി സുപ്രസന്ന ജ്ഞാനപ്രദായിനി പ്രമോദിനി ആത്മരൂപി. ഞാനെന്ന ഭാവം അശേഷം ഉദിച്ചിടാത്തോൾ ആനന്ദരൂപിയത് തന്നെ സത്വസ്വരൂപി. ത്രേതായുഗം. രണ്ടാമതായൊരു പുമാൻ വിരിഞ്ചൻ്റെ മുമ്പിൽ തഞ്ചത്തിലെത്തിയഥ നമസ്കൃതി ചെയ്തു നിന്നു ഇണ്ടലൊഴിഞ്ഞു ഭുവി വാണരുളിയിടുവാൻ തണ്ടാർമകൾ പതി സുതന്നോട് ചൊല്ലി മുന്നം. 3600 ദേവയബ്ധം ഉർവി ഭരിപ്പതിന് വരവുമുടനേകിയപ്പോൾ വിനയവിവേകങ്ങൾ ധന്യമിവെങ്കിലും നയനങ്ങൾ സജ്ഞ കാൺമതോ മൂലമായി ത്രിഗുണങ്ങൾ രൂപമായി വീഴുന്നു ഞാൻ. ത്രേതൻ പദത്തിനാൽ ചൊല്ലി നാമങ്ങളും സത്യവും ധർമ്മവും രാജസശീലവും മർത്യരിൽ കണ്ടിടും ത്രേതായുഗത്തിങ്കിൽ. സത്വാനുവേലമതായി മനുഷ്യർക്ക് കിട്ടും ഐശ്വര്യഭാവം അതിൽ മതിമുങ്ങിടുമ്പോൾ താനെന്ന ഭാവമുള്ള മതിലങ്കുരിക്കും കർത്തൃത്വകാംക്ഷകളും ഏറിയിടും അന്തരംഗേ. സേവയ്ക്ക് പേര് ഭുവി കേട്ട് പ്രസിദ്ധിയാളാൻ ലോകർക്ക് ശീലമകമേറിയുമൽ ഉത്ഭവിക്കും ഭാവങ്ങൾ പേരതിനെ രാജസമെന്ന് ചൊല്ലും. ഭാവജ്ഞനായ മമ ഭക്തനറിഞ്ഞുകൊള്ളുക. ത്രേതായുഗത്തിലും മാനവർ ധർമ്മത്തിൻ പാലകരായിടും സൗഖ്യവുമാർന്നിടും കാലമെല്ലാം ഉടൻ എന്നെയും ഓർത്തിറങ്ങി ചാലവേ മുൻചൊന്ന ശീലഗുണങ്ങളാൽ. ദ്വാപരയുഗം. ത്രേതന്റെ ശേഷമായി ബ്രഹ്മന്റെ സന്നിധോ പ്രീതനായി കൈകൂപ്പി നിൽക്കുന്നവന് ഞാൻ ദ്വാപരൻ എന്നുള്ള നാമവും നൽകിപോൽ പ്രീതനായിടുവാൻ കാലങ്ങളും മുതാ 2 സഹസ്രവും 400 ദേവാബ്ധകാലം അവരുടെ ശാസനം സത്യധർമ്മങ്ങൾക്ക് ഗ്ലാനികൾ അല്പമായി കൽപ്പിച്ചു മർത്യരിൽ ആസക്തി കണ്ടിടും. കാമം മുളയ്ക്കുന്ന കാലത്ത് ദ്വൈതമാം ഭാവങ്ങൾ അങ്കരിച്ചിടുക കാരണം വൈഭവം മർത്യരിലുണ്ടായി വന്നിടും. ദൈവവും താനും ഒന്നായുള്ള ഭാവങ്ങൾ ദ്വൈതമായി വൈഭവമേറും ഇക്കാലത്തെ ദ്വാപരനാമത്തിലേവം പറഞ്ഞിടും. ദ്വാപരകാലത്തിലും ഭുവി മാനവർ ഭൂദേശ ചിന്തയിൽ പാരം നിറഞ്ഞിടും. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.